ശബരിമല തിരക്കിൽ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ഇത്രയും തിക്കിത്തിരക്കി എന്തിനാണ് ആളുകളെ അങ്ങോട്ടേക്ക് കയറ്റിവിട്ടതെന്നാണ് ഹൈക്കോടതി ഇന്നിപ്പോൾ ചോദിച്ചിരിക്കുന്നത്. 4000 പേർക്ക് കയറാൻ പറ്റുന്ന സ്ഥലത്ത് ഇത്തരത്തിൽ 20,000 പേരെയായിരുന്നു ഉൾക്കൊള്ളിച്ചത്. ഇതിനെതിരെയെല്ലാമാണ് ഇപ്പോൾ ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചിരിക്കുന്നത്. അതേസമയം ഇന്നലെ സ്ഥിതി അപകടകരവും ഭയാനകവും ആയിരുന്നുവെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. ഇതിൽ തന്നെ അറിയാം സർക്കാരിനും ദേവസ്വം ബോർഡിനുമുണ്ടായ ഗുരുതര വീഴ്ച. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ബാക്കിയുണ്ടെന്നും മുന്നൊരുക്കങ്ങളുടെ അഭാവമുണ്ടെന്നും അദ്ദേഹം ഇന്നലെ തുറന്നു പറഞ്ഞിരുന്നു. അതേസമയം മുന്നൊരുക്കങ്ങളെല്ലാം കൃത്യമായി നടത്തിയെന്ന ദേവസ്വം മന്ത്രി വി.എൻ. വാസവന്റെയും മുൻ ദേവസ്വം ബോർഡിന്റെയും അവകാശവാദങ്ങളുടെ പൊള്ളത്തരം 2 ദിവസം കൊണ്ട് വ്യക്തമാകുന്ന ഒരവസ്ഥയായിരുന്നു കാണാൻ കഴിഞ്ഞത്. ദിവസവും 70,000 പേർക്ക് വെർച്വൽ ക്യൂ ബുക്കിംഗിലൂടെയും 20,000 പേർക്ക് മാത്രം സ്പോട്ട് ബുക്കിംഗിലൂടെയും പ്രവേശനം നൽകിയായിരുന്നു കഴിഞ്ഞ മണ്ഡലകാലത്ത് തിരക്ക് നിയന്ത്രിച്ചിരുന്നത്. ഇത്തവണയും ആ രീതി തന്നെ പറഞ്ഞിരുന്നുവെങ്കിലും പാളിപ്പോയ അവസ്ഥയായിരുന്നു. പോലീസ് സംവിധാനത്തിൻ്റെതുൾപ്പെടെ എല്ലാ പാളിച്ചയും ഇതിലൂടെ വ്യക്തമായിരുന്നു. അതേസമയം ഇതിനിടെ NDRFന്റെ ആദ്യ സംഘം സന്നിധാനത്ത് എത്തിക്കഴിഞ്ഞു. തൃശൂരിൽ നിന്നുള്ള 35 അംഗ സംഘമാണ് എത്തിയത്. 2ാം സംഘം ഇന്ന് രാത്രിയോടെ എത്തുമെന്നാണ് വിവരം. നിലയ്ക്കൽ റൂട്ടിൽ ഭൂരിപക്ഷവും KSRTC ബസ്സുകൾ മാത്രമാക്കിയിട്ടുണ്ട്. പമ്പയിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ മിനിറ്റിൽ 3 മുതൽ 5 വരെ ബസ്സുകൾ അയച്ച സ്ഥാനത്ത് ഇന്ന് നിയന്ത്രിച്ച് മാത്രമാണ് ബസ്സുകൾ പോകാൻ അനുവദിക്കുന്നത്. അതേസമയം ദർശനം കഴിഞ്ഞ് പമ്പയിലെത്തിയ തീർത്ഥാടകരെ നിലയ്ക്കലെത്തിക്കാൻ നിരനിരയായി ബസ്സുകൾ കാത്തുകിടക്കുകയാണ്. തീർത്ഥാടകർ കയറിയാൽ അപ്പോൾ തന്നെ ബസ് വിട്ടുപോകും. കഴിഞ്ഞ ദിവസം രാത്രി ഹരിവരാസനം ചൊല്ലി നട അടച്ചപ്പോൾ 18ാം പടി കയറാനുള്ള നിര മരക്കൂട്ടം വരെ ഉണ്ടായിരുന്നു.